ക്രിസ്മസ് സംഭവത്തിൽ ഉണ്ടായിരുന്ന ആളുകളൊക്കെ ഇല്ലേ, അവർക്ക് ഇപ്പോൾ ഒരു ചാൻസ് കിട്ടുകയാണ് സുവിശേഷം വായിക്കാൻ. കഷ്ടമായി പോയല്ലോ, എന്തൊരു ചാൻസ് ആയിരുന്നു, നഷ്ടപ്പെട്ട് കളഞ്ഞല്ലോ എന്ന് നിരാശ തോന്നാൻ സാധ്യതയുള്ള ആർക്കായിരിക്കും? സത്രം സൂക്ഷിപ്പുകാർക്ക്. അവരുടെ വാതിൽക്കൽ വന്ന് യൗസേപ്പും മറിയും കൂടെ ആ മുട്ടിയ മുട്ടിന് വാതിൽ തുറന്നു കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെയൊക്കെ പള്ളിമുറ്റങ്ങളിൽ പണിതു വെക്കുമായിരുന്നത് സത്രങ്ങളല്ലായിരുന്നു. അന്ന് അവർ വാതിലടച്ചതോടുകൂടി ആ സത്രം സൂക്ഷിപ്പുകാരും ആ സത്രങ്ങളും ജസ്റ്റ് വാനിഷ്ഡ് അവേ ഫ്രം ദ സ്റ്റോറി. പിന്നെ എങ്ങോട്ട് ഫോക്കസ് മാറി? പുൽക്കൂട്ടിലേക്ക്. ശരിക്കും നമുക്കൊക്കെയുള്ള ചിന്തയാണത്. ചിലപ്പോഴൊക്കെ ദൈവം തമ്പുരാൻ ഇങ്ങനെ നമ്മുടെ വാതിൽക്കൽ വന്ന് മുട്ടുന്നുണ്ട്. നമ്മുടെ ഒരു അശ്രദ്ധ, ഒരു നേരത്തെ താല്പര്യക്കുറവ്, നമുക്ക് വരാൻ പോകുന്ന നഷ്ടം ഭയങ്കരമായിരിക്കും. ഒരു നല്ല കാര്യം ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരം, ആരുടെയെങ്കിലും ജീവിതത്തിൽ കനിവോടെ ഒന്ന് ഇടപെടാൻ കിട്ടുന്ന ചാൻസ് ഒന്നും മിസ്സാക്കരുത്. ആർക്കറിയാം, ഇതിലൊന്ന് ഇനി ദൈവത്തിന്റെ മുമ്പിൽ വലിയ വിലയോടെ അവൻ ഉയർത്തുമെന്ന്. ഇനി വരുന്നൊരു തലമുറ ഇതിനെ വാഴ്ത്തുപാട്ടുപോലെ ഏറ്റുപാടുമെന്ന്. അതുകൊണ്ട് ലഭിക്കുന്ന അവസരങ്ങളെയൊക്കെ ക്രിയാത്മകമായി ഉപയോഗിക്കണമെന്നും, ദൈവം നമ്മുടെ ഹൃദയവാതിൽക്കൽ വന്ന് മുട്ടുന്ന നേരത്ത് മടി കൂടാതെ, മടുപ്പ് കൂടാതെ എപ്പോഴും വാതിൽ തുറന്നു കൊടുക്കണമെന്നും ഈ സത്രം സൂക്ഷിപ്പുകാർക്ക് പറ്റിയ അമളിയിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട പാഠമാണ്.